ഹലോ ഗേയ്സ്, അപ്പം ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഈ നാരങ്ങ മലയും കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ. അപ്പം ഞാനും പൊന്നും കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. എന്താണ് സ്റ്റോറി എന്നല്ലേ, ഞാൻ എൻ്റെ ജീവനായി സ്നേഹിക്കുന്ന ഒരു പൂച്ചയുണ്ട് കേട്ടോ, കുഞ്ഞൻ. അവനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കാണാതായിട്ട് ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, അവനെ കിട്ടിയാൽ ഞാൻ മുരുകനൊരു നാരങ്ങമാല നൽകാമെന്ന്. അപ്പോൾ ആ വാക്ക് നമ്മൾ പാലിക്കണമല്ലോ. മുരുകൻ എന്തായാലും വാക്ക് പാലിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലേക്ക് അകത്ത് വീഡിയോസൊന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവിടുത്തെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വലം ചുറ്റുന്ന സമയത്തായിരുന്നു കേട്ടോ ബാക്കി ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിളക്കുകളുണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയായി, അകത്തും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അകത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പുറമേ ഉള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചുറ്റും പ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട്, പ്രദർശനം അങ്ങനെ തന്നെ അല്ലേ, ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പൂജ സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂജ ടൈം ആവുന്നത് വരെ. ഒരു ചിരിക്കാൻ പറഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുന്ന പൊന്നൂനാട്ടോ നിങ്ങൾ കാണുന്നത്. ഈ കൽവിളക്ക് കാണുമ്പോൾ പല ഓർമ്മകളും വരുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഈ ഒരു ചെറുപ്രായത്തിൽ, അതായത് ഈ പൊന്നൂൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാനും എൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും ഇതുപോലെ കളിച്ച് ചിരിച്ച് ഓടി നടക്കും. കാരണം ആ ഒരു ഏജിൽ നമുക്ക് എന്താണ് ജീവിതമെന്നോ സങ്കടം അങ്ങനെയൊന്നും അറിയില്ലല്ലോ, ഫുൾ ചിരിച്ച് കളിച്ചൊക്കെ അല്ലേ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം പുറത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കുറച്ച് മന്ത്രങ്ങളാട്ടോ. അതൊക്കെ ജപിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ പ്രസാദം കൊടുക്കുന്നത് കണ്ടത്. ഇവിടുത്തെ പ്രസാദം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, പക്ഷെ ഇന്ന് ഞാൻ വന്നപ്പോൾ കടലയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയ നല്ല മണമൊക്കെ ഉള്ള നല്ലൊരു മസാല കടലയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രസാദം. അങ്ങനെ അതും വാങ്ങി ഞാനും പൊന്നും അമ്മയും കൂടെ ആയിട്ട്